നല്ല കാര്യമാണ്. അതിന് 19 സ്പോൺസർമാരും ആ സംഗതിക്ക് തന്നെ ഇനിയും 1-2 സ്പോൺസർമാരും തയ്യാറായിക്കൊണ്ട് നമുക്കിവിടെ നിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇപ്പോ 1-2 വിദ്യാഭ്യാസത്തിന് തുടർന്ന് SLC കഴിഞ്ഞ് +1 പോകാൻ കഴിയാത്ത 3 കുട്ടികൾക്ക് നമ്മൾ ഈ പ്രാവശ്യം ഈ ഒരു വർഷത്തിൽ നമ്മൾ ഇപ്പൊ SLC കഴിഞ്ഞിട്ട് നമ്മൾ പൈസ കൊടുക്കേണ്ടത്. അപ്പൊ അത് എന്റെ അഭിപ്രായത്തിൽ പെൻഷൻ കൊടുക്കുന്ന മാതിരി തന്നെ ഒരു മാസത്തില് ആ കുട്ടികൾക്ക് എത്രയാണ് ഇപ്പൊ വാഴയ്ക്ക് പോണ ഒരു കുട്ടിക്ക് ചിലപ്പോൾ കുറച്ചൊക്കെ പൈസ കമ്മിയാണ് കാരണം, വണ്ടൂർക്ക് പോണ ഒരു കുട്ടിക്ക് ചിലപ്പോൾ പൈസ കുറച്ചും കൂടി കൂടുതലാണ് കാരണം. അപ്പൊ ആ എക്സ്പെൻഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ആ സ്കൂൾ സ്ഥാപനത്തിന്റെ ഇതനുസരിച്ച് ആ ഒരു മാനദണ്ഡത്തിലോ അതല്ലെങ്കിൽ നമ്മൾ പെൻഷൻ 400 ഇത് കൊടുത്ത മാതിരി ഒരു 500 രൂപ അല്ലെങ്കിൽ ഒരു 250 രൂപ ഒരു മാസത്തില് ആ കുട്ടികൾക്ക് വേണ്ടി അങ്ങനെ ചെയ്യണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. പിന്നെ നമ്മൾ ഫസ്റ്റിലെ ഒരു വർഷത്തില് 27 ഓണത്തിന് അല്ലെങ്കിൽ പെരുന്നാളിന് ഗിഫ്റ്റ് കൊടുത്തിരുന്നു. നമ്മള് അവിടെയുള്ള നാട്ടിലുള്ള ജനറൽ ബോഡി മെമ്പർമാർക്കും അല്ലെങ്കിൽ നാട്ടുകാർക്കും അതിന്റെ സൗകര്യത്തിനനുസരിച്ച് അതിന്റെ ഇത് ശരിയാക്കാനും നമുക്ക് ഇവിടുന്ന് അയച്ചു കൊടുക്കാനും കഴിയാത്തതിന്റെയും പിന്നെ ആശ്വാസിന്റെ വളരെ അധികമുള്ള തിരക്കും കാരണം അത് ഇപ്പോൾ 1-2 വർഷം അത് കൊടുത്തിട്ടില്ല. അതും ഞമ്മക്ക് ഒന്ന് തുടർന്ന് കൊടുക്കണം. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഒന്നുകൂടി നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലോ അല്ലെങ്കിൽ ഇവിടെ ജനറൽ ബോഡിയിൽ വെച്ചുകൊണ്ടോ തീരുമാനം എടുത്തുകൊണ്ട് അതിനു വേണ്ട ഒരു മുൻഗണന കൊടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഇച്ചൊരു അഭിപ്രായം ഞാൻ സമീപത്തെ പറഞ്ഞു ശതമാനം യോജിക്കണം. പക്ഷെ അതൊരു പരിധിവരെ സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. 1 ലക്ഷം കൊടുക്കണമെങ്കിൽ 2000-3000 കൊടുക്കുന്ന കാര്യമുണ്ട്. നമ്മൾ അതിന് പ്രോത്സാഹിപ്പിക്കേണ്ടത് എന്റെ അഭിപ്രായക്കാരാണ്. ചെയ്താൽ ശരിയായില്ല എന്ന് ഞങ്ങൾക്ക് ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ അത് പറയാം. അല്ലെങ്കിൽ ഇനി ഒന്നുകൂടി നല്ല രീതിയിൽ ചെയ്യാമായിരുന്നു, അങ്ങനെ ചെയ്യാമായിരുന്ന നിർദ്ദേശം അത് പറയാം. അത് പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ചർച്ച ഉണ്ടാകുന്നത് വിവാഹത്തിന് നമ്മൾ പായി കൊടുക്കണില്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ള രൂപത്തിൽ കാട്ടുന്ന ലെറ്ററുകൾ ബൗട്ടിക്കോ അതൊക്കെ ഇങ്ങനെ പഴയ കാലത്ത് അതായത് ഓരോ വ്യക്തികൾക്ക് കത്തുകൾ വന്നിട്ട് നമ്മൾ പിരിവെടുത്തുകൊണ്ട് പായി കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ വിവാഹത്തിന്റെ അതായത് ലക്ഷങ്ങൾ കൊടുക്കാണ്ട് ഇപ്പൊ തന്നെ വിളിച്ചിട്ടുണ്ട്, കുറെ ആളുകൾക്ക് വിളിച്ചിട്ടുണ്ടാവും. പിന്നെ ആ വ്യക്തി എനിക്ക് വിളിച്ചിട്ടുണ്ട്, അതുപോലെ മല്ലിക അങ്ങനെ അറിയപ്പെടുന്ന ഒരുപാട് ആൾക്കാർക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഓരൊക്കെ കിട്ടുന്ന എന്തെങ്കിലും ഒരു തുക കിട്ടുന്ന രീതിയാണ് വിളിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ പിരിവ് ഇതിന് കിട്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റു വിധത്തിൽ നമ്മൾ കൊടുക്കേണ്ടി വരും. നമ്മളെ പ്രവാസം രൂപീകരിച്ചിട്ട് 3 വർഷം ആയി. അതിലെ പല സ്നേഹിതന്മാരും രോഗികളായിട്ട് നമ്മളെ പ്രവാസികൾക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്തു എന്നുള്ളത് സത്യം. ഇപ്പോഴടുത്ത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സെനായിലുള്ള ഒരു സുഹൃത്ത് ഹോസ്പിറ്റലായിട്ട് വളരെ വിഷമിച്ച് ഡെയിലി 120 റിയാൽ വെച്ച് ഇഞ്ചക്ഷൻ ചെയ്ത് അത് ഉള്ള കാര്യം ഇല്ലാത്ത കാര്യമൊക്കെ ഉണ്ടാക്കി അങ്ങനെ കഷ്ടപ്പെട്ട് കമ്മിറ്റി അറിയിച്ചു. എളിമയോടെ എനിക്ക് കമ്മിറ്റിയോട് പറയാനുള്ളത് എന്തെങ്കിലുമൊക്കെ നമുക്ക് പാസ്സായി കൊടുക്കണം എന്നുള്ളൊരു അഭിപ്രായത്തിലുണ്ട്. അതുകൊണ്ട് അത് നിങ്ങൾക്ക് തന്നെ അറിയാം, ഇങ്ങനൊരു ജനബോഡിയൊക്കെ സംഘടിപ്പിക്കാൻ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. പ്രത്യേകിച്ച് ആ പ്രവർത്തന റിപ്പോർട്ട്, അത് ഒരു വർഷക്കാലത്ത് പ്രവർത്തന റിപ്പോർട്ട് മൊത്തം എല്ലാ സംഭവവികാസങ്ങളും എഴുതി ചേർത്ത് കൊണ്ടത് വായിച്ച് തന്നിട്ട് ഒരു കൊല്ലത് പ്രവർത്തിച്ച ഒരു കമ്മിറ്റിന്റെ പേരിൽ കഴിഞ്ഞ കാല പ്രവർത്തനത്തിന്റെ പേരിൽ ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ വളരെ മോശം. പിന്നെ വളരെ പ്രധാനപ്പെട്ട് പറയാനുള്ളത് മവാസിന്റെ വരും കാല പ്രവർത്തനങ്ങൾ ഇനിയും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ എന്ന് എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത്, നമ്മളെ ചുറ്റുപാട് നമ്മളെ തൊട്ടടുത്ത് അല്ലെങ്കിൽ നമുക്ക് സഹായിക്കാൻ ബാധ്യതപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അതും മവാസിനെ അറിയിക്കുക. അതേമാതിരി നാട്ടില് നമുക്കറിയാം അതൊരു വലിയ പ്രശ്നമുണ്ടാകും, എന്നാലും നമ്മൾ ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ ആ പ്രശ്നം മവാസ പരിഹരിക്കട്ടെ എന്ന് കരുതി നമ്മൾ താല്പര്യം എടുത്തുകൊണ്ട് അപേക്ഷകൾ മവാസക്ക് ദയവീത് അയക്കാക്കുക. അതൊക്കെ അയക്കുമ്പോ അർഹരായ സലാമ പറഞ്ഞതുപോലെ അർഹരായ ആൾക്കാരെ അവകാശങ്ങൾ മാറ്റിവെച്ചുകൊണ്ട്
ഈ റെക്കമെൻഡേഷനിലൂടെ കത്തുകളെ നമ്മൾ പരിഗണിക്കേണ്ട ഘട്ടം വരും. അങ്ങനെ മവാസം പൊളിയാനൊരവസരമാണ്. പൊളിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ചാൽ ഒട്ടനവധി ആൾക്കാരെ കണ്ണീരും കരച്ചിലും പ്രയാസവും. അപ്പൊ അങ്ങനെയുള്ള ഗൗരവേറിയ വിഷയങ്ങൾ നാളെ വരാതെക്കണമെന്നുണ്ടെങ്കിൽ ഒരു വിധം കഴിയുന്നുണ്ടെങ്കിൽ പരിഗണിക്കേണ്ട കേസാണെങ്കിൽ നമ്മൾ പരിഗണിക്കുക കൂട്ടായി. അതിന് നിങ്ങൾ കമ്മിറ്റിയുടെ പുറത്താണെങ്കിൽ അസിവാശങ്ങൾ കാണാൻ സലാമിന്റെ അസിലൊക്കെ നമ്പർ ഇങ്ങനെ എത്തണ്ടല്ലോ, വിളിച്ച് പറയണം എന്ത് ആ കേസ് നമുക്ക് പരിഗണിക്കേണ്ട കേസല്ല, അത് നമ്മൾ പരിഗണിക്കേണ്ട കേസ്.